മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങാൻ പോവുകയാണോ എന്നുള്ള ചർച്ചകളും ഹാഷ്ടാഗുകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇറാൻ്റെ അറ്റാക്കുകളും അമേരിക്ക, ഇസ്രായേൽ ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നു. ഇറാനിൽ വലിയൊരു അറ്റാക്ക് അമേരിക്കയും ഇസ്രായേലും നടത്തുന്നു. അതേപോലെ തന്നെ ഇറാൻ തിരിച്ച് റിറ്റാലിയേറ്റ് ചെയ്യുന്നു. പല രാജ്യങ്ങളിലും അമേരിക്കൻ ബേസസ് ഉള്ള ഗൾഫ് രാജ്യങ്ങളിലും ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും പതിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ ജനതയും എല്ലാവരും വളരെയധികം കൺസേൺഡ് ആണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കുമ്പോൾ മലയാളികൾ ഉൾപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരുപാട് ഇന്ത്യക്കാരും മലയാളികളും ഇപ്പോൾ നോർക്ക റൂട്ട്സ് വഴി തിരിച്ച് എങ്ങനെ ഇന്ത്യയിലേക്ക് എത്താം, അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ ക്യാൻസലായി നിങ്ങൾക്ക് പടത്തിൽ കാണുന്ന പോലെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മിസൈലുകളും ഡ്രോണുകളും ബിൽഡിങ്ങുകൾ പതിക്കുന്ന കാഴ്ചകൾ നമ്മൾ ടി വിയിൽ വളരെ പേടിയോടെ കണ്ടതാണ്. ശരിക്കും മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് ഇറാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും എന്തുകൊണ്ടാണ് ഇറാനെ ടാർഗറ്റ് ചെയ്യുന്നത്? അതിനൊരു കാരണമുണ്ട്. അത് ന്യൂക്ലിയർ പവറിന് അപ്പുറത്തേക്ക് എന്തൊക്കെ കാരണങ്ങളാണുള്ളത്? ഇങ്ങനെ ഇറാൻ എങ്ങനെയാണ് US-നെയും അമേരിക്കനെയും ചേർത്ത് നിൽക്കുന്നത്? ഇറാൻ എന്തുകൊണ്ടാണ് ഇവരെ ഇഷ്ടമല്ലാത്തത്? അതൊരു പുതിയ കാര്യമൊന്നുമല്ല. 1979 മുന്നേ പോകേണ്ട ഒരു ചരിത്രം അതിനകത്തുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇറാൻ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്? ലോകത്തെ ഇതെങ്ങനെ ബാധിക്കും? പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ രാജ്യത്തിനെ ട്രേഡിനെ എങ്ങനെ ബാധിക്കും? ഓയിൽ പ്രൈസസ് കൂടാൻ പോകുന്നു. ഇതിനകത്ത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഉണ്ട്, റെഡ് സീ ഉണ്ട്, ഹൂത്തീസ് ഉണ്ട്. അങ്ങനെ കുറേ ആക്ടേഴ്സും കഥാപാത്രങ്ങളും ഈ ചർച്ചയ്ക്കകത്തുണ്ട്. ഈ ഇഷ്യൂ മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന എല്ലാ കഥകളും മനസ്സിലായാൽ മാത്രമേ ഈ ഇഷ്യൂ എന്തുകൊണ്ടാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചർച്ച ചെയ്യാം ഇന്നത്തെ IAS ഫാക്ടറിന്റെ കോണ്ടെക്സ്റ്റിൽ. I am Arjun R. Shankar. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് ഡീലുകളും എഗ്രിമെന്റുകളും സന്ധികളും എല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇവർ തമ്മിൽ ഫ്രസ്ട്രേഷനും എനിമിറ്റിയും വയലൻസുമാണ് കൂടുതൽ നിൽക്കുന്നത്. അതിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഇസ്രായേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഒരു അലയൻസ് കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഇറാൻ ഒബ്വിയസ്ലി ഒരു 30-40 വർഷമായിട്ടും ഹാർഡ് കോർ ആന്റി അമേരിക്ക, ആന്റി ഇസ്രായേൽ സ്റ്റാൻസ് ആണ് ഇറാൻ കുറെ കാലങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്നത്. സോ ഫെബ്രുവരി 28 2026 നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ സപ്പോർട്ടോടുകൂടി ഇസ്രായേലാണ് ഇറാനിൽ കോർഡിനേറ്റഡ് അറ്റാക്സ് നടത്തിയത്. ഏകദേശം 500ഓളം ടാർഗറ്റ്സ് ആണ് ഇവിടെ അറ്റാക്ക്, എയർ സ്ട്രൈക്കും ബോംബിങ്ങും ഷെല്ലിങ്ങും ഇവർ നടത്തിയത്, ഡ്രോൺ അറ്റാക്സും. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള നഗരങ്ങൾ ഇറാനിലെ ടെഹ്റൻ, മിനാബ്, തബ്രിസ്, ഇസ്ഫഹാൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സ്കൂളുകൾ, ഏരിയാസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. പ്രധാനമായും ഇസ്രായേൽ ഒരുപാട് അറ്റാക്ക് നടത്തിയെങ്കിലും ഇറാനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇറാന്റെ സുപ്രീം ലീഡർ ആയിരുന്ന അയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന ആള്, പ്ലസ് അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റേഴ്സും അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരും കൊല്ലപ്പെട്ടു. ഇവരുടെ അമേരിക്കൻ ഇസ്രായേലി എയർ സ്ട്രൈക്കിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. അതാണ് ഇറാനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചതും. അയത്തുള്ള അലി ഖമനയുടെ മരണമാണ് അവർ ഒരിക്കലും മറക്കാനും ഒരിക്കലും പൊറുക്കാനും പോകാത്ത ഒരു വലിയ സംഭവമായിട്ട് ഇറാൻ്റെ ഇതിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇമ്മീഡിയറ്റ്ലി റിറ്റാലിയേറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറാൻ തിരിച്ച് റിറ്റാലിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പോയല്ല റിറ്റാലിയേഷൻ നടത്തിയിട്ടുള്ളത്. മറിച്ച് ഇസ്രായേലി ഫോഴ്സസ്, ഇവരുടെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവുമാണ് ഇസ്രായേലിന്റെ. അതുകൊണ്ട് ഇവരുടെ മേജർ അറ്റാക്കുകളെല്ലാം ഇസ്രായേലിലും ഗൾഫ് രാജ്യങ്ങളിലുമാണ്. ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സപ്പോർട്ടുള്ള രാജ്യങ്ങളാണ് ഇവരെല്ലാം. ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ എയർബേസോ എന്തെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ അറ്റാക്ക് നടത്തിയത്. പ്രധാനമായും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിലെ മേജർ ആയിട്ടുള്ള എയർബേസുകളിലെല്ലാം ഇറാൻ അറ്റാക്ക് നടത്തി. ഇറാനിയൻ ഗവൺമെന്റ് ഈ സമയത്ത് പറഞ്ഞിരുന്ന ഒരു പ്രത്യേക ഒരു പ്രസ്താവനയുണ്ട്. കാരണം ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബോംബുകളും മിസൈലുകളെല്ലാം പഴയ മിസൈൽസ് ആണ്, ഞങ്ങളുടെ പുതിയ മിസൈൽസ് വരാൻ പോകുന്നതേ ഉള്ളൂ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നിങ്ങൾ വഴിയെ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എയർബേസുകൾ അറ്റാക്ക് ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ബഹ്റിനിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ 5th ഫ്ലീറ്റ് ഉണ്ട് മനാമയിൽ, അത് അറ്റാക്ക് ചെയ്തു. ജോർദനിൽ അറ്റാക്ക് നടത്തി, കുവൈറ്റിൽ അറ്റാക്ക് നടത്തി. കുവൈറ്റിൽ എയർബേസ് ഉണ്ട്, ഖത്തർ എയർബേസുകളുണ്ട്. ജോർദൻ അറ്റാക്ക് ചെയ്തു. ഇറാഖ് ഒരു ഡയറക്റ്റ് ടാർഗറ്റ് ആയിരുന്നില്ലെങ്കിൽ പോലും ഇറാഖിനകത്തുള്ള ഇറാനിയൻ സപ്പോർട്ടുള്ള ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ഹെസ്ബുള്ള പോലത്തെ ഗ്രൂപ്പുകൾ അമേരിക്കൻ ബേസുകളെ സെലക്ട് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തു.
സൗദി അറേബ്യയിലും അറ്റാക്കുകൾ നടന്നു. ഈ അറ്റാക്കുകളെല്ലാം വലിയ രീതിയിലുള്ള അറ്റാക്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോൺ അറ്റാക്സും മിസൈൽ അറ്റാക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് ഈ രാജ്യങ്ങളിലെല്ലാം വലിയ ഭീതി പടർത്തിയിട്ടുണ്ട്. പ്രധാനമായും അവിടുത്തെ സിറ്റീസും എയർപോർട്ട്സും ഇവർ ടാർഗറ്റ് ചെയ്തു. കാരണം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, എയർപോർട്ട്സ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡെയിലി ട്രാൻസ്പോർട്ടേഷൻ നിൽക്കും, ആ രാജ്യത്തിന് ഭയങ്കര പ്രഷറിൽ പോകേണ്ടി വരും. അവരുടെ ഷിപ്പിംഗ്, ലോജിസ്റ്റിക്, ഏവിയേഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എയർപോർട്ട്സും സിറ്റീസും അറ്റാക്ക് ചെയ്താൽ സംഭവിക്കും. ബുർജ് ഖലീഫയിൽ അറ്റാക്ക് നടത്താനും ഇവർ ശ്രമിച്ചിരുന്നു. പക്ഷേ പലയിടത്തും ഇവരുടെ അറ്റാക്സും മിസൈൽസും ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനത്തെ അറ്റാക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറാന് കൃത്യമായി അറിയാം ഇതെല്ലാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അടുത്ത് വളരെ കൃത്യമായിട്ട് വാഷിങ്ടണിലേക്ക് പ്രഷർ പോകും എന്നുള്ളത്. വലിയൊരു ചോദ്യമുണ്ട്, എല്ലാവരും ചോദിച്ച വലിയൊരു ചോദ്യമാണ്. ഈ അറ്റാക്ക് ചെയ്യപ്പെട്ട രാജ്യങ്ങളെല്ലാം മുസ്ലിം രാജ്യങ്ങളല്ലേ? ഇറാനും ഒരു ഇസ്ലാമിക് രാജ്യമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്തെന്നുള്ളത് എവിടെയാണ് ഓർക്കേണ്ടത്? ഒരു പരിധി വന്നാൽ ഒരു രാജ്യത്തിന് മതത്തെക്കാട്ടും വലുതാണ് അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയും അവരുടെ നിലനിൽപ്പും. അതുകൊണ്ട് തന്നെയാണ് പല മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ഇറാൻ വളരെ ബ്ലേറ്റന്റ് ആയിട്ട് ബ്ലണ്ട് ആയിട്ട് മിസൈൽസും ഷെല്ലിങ്ങും നടത്തിയത്. ഗൾഫ് രാജ്യങ്ങളിലെ അറ്റാക്ക് ചെയ്യാനുള്ള പ്രധാന കാര്യം അമേരിക്കയാണെന്ന് പറഞ്ഞു. കാരണം വർഷങ്ങളായിട്ട് അമേരിക്ക ഈ പറഞ്ഞ രാജ്യങ്ങളായിട്ട് വളരെയധികം റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അമേരിക്കയുടെ ഡിഫൻസ്, അമേരിക്കയുടെ കപ്പൽപ്പട, ലോജിസ്റ്റിക്, ഡിഫൻസ് ഹബ്ബുകൾ എല്ലാം ഈ രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എമർജൻസിക്ക് വേണ്ടി തന്നെയാണ് അമേരിക്ക ഇത് നേർച്ചർ ചെയ്ത് കൊണ്ടുവരുന്നത്, ഇത്തരം രാജ്യങ്ങളായിട്ട് കൊണ്ടുവരുന്നത്. ഈ രാജ്യങ്ങളിലെ പല സപ്പോർട്ടുകളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഇറാന് പണ്ട് തൊട്ടേ അമേരിക്കന് ഇഷ്ടമല്ലാത്ത. കാരണം ഇറാൻ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്, ഇത് അമേരിക്കയുടെ ഏരിയ അല്ല. പക്ഷെ എന്നിട്ടും ഇറാൻ ഒരു വലിയ ഡോമിനന്റ്, ഈ ഒരു ഏരിയയിലെ പ്രധാനപ്പെട്ട ഒരു ശക്തി പണ്ട് തൊട്ടേ ഇറാനാണ്. ഇറാൻ വലിയൊരു ശക്തി തന്നെയാണ്, അതിനോടൊപ്പം തന്നെ ഇസ്രായേലും ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ, ഇറാൻ കൺട്രോൾ ചെയ്യുന്ന ഏരിയയിൽ ഇറാനെതിരെ വലിയൊരു നീക്കം അമേരിക്ക വളരെ പണ്ട് തൊട്ടേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നീക്കത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഇറാൻ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റീജിയൻ അമേരിക്ക കോളനൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അമേരിക്ക അഡ്വാൻറ്റേജ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാന് പണ്ട് തൊട്ടേ ഇത് വലിയൊരു കൺസേൺ ആണ്. എന്തുകൊണ്ടാണ് ഇറാനെ അമേരിക്കയും ഇസ്രയേലും കണ്ടിന്യൂസ്ലി ടാർഗറ്റ് ചെയ്യുന്നത്? ഇവർ തിരിച്ചും ടാർഗറ്റ് ചെയ്യാനുള്ള കാരണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ന്യൂക്ലിയർ പവർ തന്നെയാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഒരു ന്യൂക്ലിയർ പവറായി മാറണമെന്നൊരു താല്പര്യമുണ്ട്. ഏതൊക്കെ രാജ്യങ്ങൾ കഴിഞ്ഞ ഒരു 10-35 വർഷം നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ പവർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഇവരെല്ലാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വളരെ സീരിയസ് ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങൾക്കുമുള്ള പേടി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പവർ അവർക്കുണ്ട്, അവർക്ക് ന്യൂക്ലിയർ പവർ ഉണ്ടാക്കാം, അവർക്ക് ന്യൂക്ലിയർ എനർജി കൊണ്ടുവരാം, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കാം. പക്ഷെ മറ്റു രാജ്യങ്ങൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനോ മറ്റു രാജ്യങ്ങൾക്ക് അത് പാടില്ല എന്ന് പറയുന്ന ഒരു നയം, എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സാണ് ലോകത്തെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നത്. ഈവൻ ഇന്ത്യ ന്യൂക്ലിയർ പവർ ഉണ്ടാക്കുന്ന സമയത്തും ഇത് തന്നെയായിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഇന്ത്യ എത്രയും പെട്ടെന്ന് ന്യൂക്ലിയർ പവർ നിർത്തിവെക്കണം, ന്യൂക്ലിയർ എക്സ്പ്ലോഷനെ കുറിച്ച് ചിന്തിക്കരുത്. കാരണം ഇവരുടെ വിചാരം സമ്പന്നമായ രാജ്യങ്ങൾക്കെല്ലാം ന്യൂക്ലിയർ പവർ ആവാം, ഇവർക്ക് ന്യൂക്ലിയർ പവർ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ അറിയാം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം. മറ്റ് രാജ്യങ്ങൾ, അതായത് ചെറിയ ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ആയുധങ്ങൾ ഉണ്ടാക്കി നാളെ ഒരു ന്യൂക്ലിയർ കാറ്റാസ്ട്രഫി, യുദ്ധം വന്നു കഴിയുമ്പോൾ ഇവർ ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം തുടങ്ങാൻ പോയ സമയത്തും ഈ അടുത്തും ഇവരുടെ പ്രധാന പ്രശ്നമാണ് പാകിസ്ഥാനിന്റെ കയ്യിലും ന്യൂക്ലിയർ പവർ ഉണ്ട്, ഇവരെങ്ങാനും ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുമോ എന്നുള്ളത്. ഇതേ പേടി തന്നെയാണ്. പക്ഷേ ന്യൂക്ലിയർ പവർ സിവിലിയൻ യൂസിന്, എനർജിക്ക് വേണ്ടിയും ന്യൂക്ലിയർ എനർജി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചോളം. അതുകൊണ്ട് ഇറാനും ന്യൂക്ലിയർ പവർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. കുറേ കാലങ്ങളായിട്ട് ഇറാൻ ന്യൂക്ലിയർ പവർ ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഏറ്റവും വലിയ പേടിയാണ് ഇറാൻ എങ്ങാനും വെപ്പനൈസ് ചെയ്ത്, ന്യൂക്ലിയർ പവർ വെപ്പനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നിൽക്കുന്ന ഒരു ഏരിയ ശ്രദ്ധിച്ചാൽ മതി. ഗൾഫ് രാജ്യങ്ങളുടെ ഇടയിൽ ഇറാഖിൻ്റെ അടുത്തും ഇസ്രായേലുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനും ഇഷ്ടമല്ല. നാളെ ഇവർ തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നത്തിൽ ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെങ്കിൽ ഇവരത് തിരിച്ചു പ്രയോഗിച്ചാൽ ഇറാന്റെ പല ടാർഗറ്റുകളും പല മിസൈൽസും ഉണ്ടാക്കുമ്പോൾ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇസ്രായേലിലേക്ക് പോകാൻ എത്ര ദൂരം പറ്റും, അമേരിക്കയിലേക്ക് ഈ മിസൈൽ പോകാൻ പറ്റും. ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ടെൻഷൻ വന്നു. പല പ്രാവശ്യവും എഗ്രിമെന്റുകളും ഡീലുകളും പ്രഷറും ഇറാന്റെ മേത്ത് കൊടുത്തു. 2015 ഒരു കോമൺ ആക്ഷൻ പ്ലാൻ എന്ന രീതിയിൽ ഒരു ന്യൂക്ലിയർ ഡീൽ ഇവർ ഒപ്പുവെച്ചു. അതായത് യുറാനിയം എൻറിച്ച്മെന്റ്, ഇപ്പോൾ U-235 എന്ന് പറയുന്ന പോലെ ഒരു 0.67% ഒക്കെ വേണമെങ്കിൽ എൻറിച്ച് ചെയ്യാം. അത് മാക്സിമം 3.67% വരെ യുറാനിയം എൻറിച്ച് ചെയ്യാം. അത് കൊമേഴ്ഷ്യൽ യൂസിന്, കൊമേഴ്ഷ്യൽ സിവിലിയൻ യൂസിന് വേണ്ടി 3 മുതൽ 5% വരെ വേണമെങ്കിൽ യുറാനിയം അവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. റിസർച്ച് റിയാക്ടേഴ്സ് എന്ന രീതിയിൽ വേണമെങ്കിൽ 20% താഴെ വരെ വേണമെങ്കിൽ ന്യൂക്ലിയർ പവർ നിങ്ങൾക്ക് നല്ല സിവിലിയൻ യൂസിന് വേണ്ടി ഉപയോഗിക്കാം.
വെപ്പൻസ് ഗ്രേഡ് അല്ലെങ്കിൽ യുറാനിയം എൻറിച്ച് ചെയ്ത് അതിനെ വെപ്പൻ, ഒരു ന്യൂക്ലിയർ ബോംബ് എന്ന രീതിയിൽ എൻറിച്ച് ചെയ്ത് എത്തുന്ന ലെവൽ എന്ന് പറയുന്നത് 90%. അതുവരെ പോകാൻ പറ്റില്ല. കാരണം ഒരു ബ്രേക്ക് ഔട്ട് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് ഇവിടെ ഉണ്ട്. ബ്രേക്ക് ഔട്ട് കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ യുറാനിയം എൻറിച്ച് ചെയ്ത് ഒരു വെപ്പണെ, ഒരു ന്യൂക്ലിയർ ബോംബിന്റെ ലെവൽ വരെ എത്തുന്ന ഒരു പോയിന്റ് വളരെ പതുക്കെ എത്താൻ പാടുള്ളൂ. അങ്ങനെ എത്താൻ പെട്ടെന്ന് അങ്ങനെ എൻറിച്ച് ചെയ്ത് ബോംബ് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് ഒരു രാജ്യത്തിന് എത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അവർ 2015 അമേരിക്കയും ഇറാനും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ചൈന എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഡീൽ ഒപ്പുവെച്ചത്. അതിൽ ഇറാന് 3.67% വരെ യുറാനിയം എൻറിച്ച് ചെയ്യാം, പേഴ്സണൽ സിവിലിയൻ യൂസിന് വേണ്ടി ന്യൂക്ലിയർ പവർ ഉപയോഗിക്കാം. പക്ഷേ കഴിഞ്ഞ കുറേ വർഷമായിട്ട് അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെടുന്ന എന്താന്ന് വെച്ചാൽ ബ്രേക്ക് ഔട്ട് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വളരെ പതുക്കെ എത്തേണ്ടതാണ്. എൻറിച്ച്മെന്റ് വളരെ പതുക്കെ എത്തേണ്ടത്. ഇറാൻ വളരെ പെട്ടെന്ന് തന്നെ ബോംബ് ഉണ്ടാക്കുന്ന വെപ്പനൈസ്ഡ് ന്യൂക്ലിയർ എൻറിച്ച്മെന്റിലേക്ക് എത്തിയെന്നാണ് ഇവർ പറയുന്നത്. ഈ ലിമിറ്റ് അനുസരിച്ചിട്ട് 3.67% ലിമിറ്റ് അനുവദിച്ചിരുന്ന ലെവലിൽ നിന്നും, അമേരിക്കയുടെ ഇവർ പറഞ്ഞിരുന്ന ലെവലിൽ നിന്നും ഇറാൻ പെട്ടെന്ന് തന്നെ 20% എൻറിച്ച്മെന്റ് ആയി, അത് 60% എൻറിച്ച്മെന്റിലേക്കായി. ഓൾമോസ്റ്റ് വെപ്പനൈസ് ചെയ്യുന്ന ലെവലിലേക്ക് ഇറാന്റെ എൻറിച്ച്മെന്റ് മാറി. അത് എഗ്രിമെന്റിന്റെ വയലേഷനാണ്. ഇറാൻ അത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ തിയറി. പിന്നെ സെൻട്രിഫ്യൂജസ് എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ഇറാൻ ഇൻസ്റ്റാൾ ചെയ്തു പല സ്ഥലത്തും. കാരണം സെൻട്രിഫ്യൂജസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻറിച്ച്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അപ്പൊ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് എൻറിച്ച്മെന്റ് ചെയ്യുന്ന എന്തിനാ? വെപ്പൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇറാൻ അത് ചെയ്യുന്നത് എന്നുള്ളത് വന്നു. പിന്നെ ലോ ഗ്രേഡ് യുറാനിയം സ്റ്റോക്ക് പൈൽ, ഇതിനൊരു കണക്കുണ്ട്. ഇത്ര സ്റ്റോക്ക് പൈല് ഈ ട്രീറ്റി അനുസരിച്ച് ഇറാൻ വെക്കാൻ പാടുള്ളൂ. ലോ ഗ്രേഡ് ആണെങ്കിലും ലോ എൻറിച്ച്മെന്റ് യുറാനിയം എൻറിച്ച്മെന്റ് ആണെങ്കിലും 300 കിലോ മാത്രമേ ഇവർക്ക് വെക്കാനുള്ള റൈറ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇറാന്റെ കയ്യിൽ 300 കിലോ അല്ല, 1000 ടൺ കണക്കിന് യുറാനിയം സ്റ്റോക്ക് പൈൽ ഉണ്ടെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. ഇനി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്ന പോലെ ഈ ഒരു ഏജൻസി ഉണ്ട്. ഇവരാണ് ന്യൂക്ലിയർ ട്രീറ്റിയുടെ പ്രധാനപ്പെട്ട ഇൻസ്പെക്ഷൻസും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളും IAEA ഇൻസ്പെക്ഷൻ നടക്കാറുണ്ട്, നമ്മുടെ ന്യൂക്ലിയർ പവർ നല്ല രീതിയിലാണോ നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ IAEA പല ഇൻസ്പെക്ഷൻസും ഇറാൻ സമ്മതിക്കുന്നില്ല. അമേരിക്ക വളരെ ക്ലീൻ ആയിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ഒളിക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് IAEA ഇൻസ്പെക്ഷൻ വരുത്തി കഴിഞ്ഞാൽ പല ന്യൂക്ലിയർ ഫെസിലിറ്റീസിലുള്ള ക്യാമറാസും CCTV എല്ലാം ഇറാൻ എടുത്ത് കളഞ്ഞു. ഒട്ടും ട്രാൻസ്പാരന്റ് അല്ലാത്ത രീതിയിലാണ് ഇവരിത് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഓർക്കേണ്ട സംഭവം നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്ന NPT, ന്യൂക്ലിയർ NPT എന്ന് പറഞ്ഞൊരു ട്രീറ്റി ഉണ്ട്. ഈ ട്രീറ്റിയുടെ സിഗ്നേറ്ററിയാണ് ഇറാൻ. അതനുസരിച്ചിട്ട് അവർക്ക് സിവിലിയൻ രീതിയിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്താം. പക്ഷേ ഇതിന്റെ മറവിൽ വലിയൊരു ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ എൻറിച്ച്മെന്റ് 90% മുകളിലേക്ക് ഇറാൻ കൊണ്ടുപോകുന്നത് ലോകരാജ്യങ്ങൾക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക ഈ ഡീലിൽ നിന്നും പുറത്തായി. അമേരിക്ക പറഞ്ഞു ഇറാൻ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇൻസ്പെക്ഷൻസ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഈ ഡീലിൽ നിന്ന് പുറത്താവുകയാണ്. ഈ ഡീല് വെച്ചപ്പോൾ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, ഇവർക്ക് കൊടുത്തിരുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്, ഒരു ഡീലുണ്ട്. ഇറാൻ പ്രോപ്പറായിട്ട് ന്യൂക്ലിയർ ഡീൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇറാന്റെ എതിരെയുള്ള സാങ്ഷൻസ് ഞങ്ങൾ പിൻവലിക്കാം. അമേരിക്ക തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ ഇറാന്റെ മുകളിൽ സാങ്ഷൻസ് ഇട്ടിരിക്കുകയാണ്. സാങ്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളായിട്ട് ട്രേഡ് നടത്തില്ല. ഇറാനെ മൊത്തത്തിൽ ലോക കമ്മ്യൂണിറ്റിയിൽ ഒറ്റപ്പെടുത്തി കളയും. ട്രേഡ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇറാന്റെ ഓയിൽ ഒന്നും ഒരു ട്രേഡിങ്ങും നടക്കില്ല. അങ്ങനെ സാങ്ഷൻസ് പിന്നെയും വന്നു. അമേരിക്ക ഡീലിൽ നിന്ന് പുറത്തായി. ഇറാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, അമേരിക്കയ്ക്ക് ഇത് നിങ്ങൾ പറഞ്ഞിരുന്ന വാക്കുകൾ നിങ്ങൾ പാലിക്കുന്നില്ല, അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനു പാലിക്കണം, ഞങ്ങൾ ന്യൂക്ലിയർ പവറായിട്ട് മുന്നോട്ട് പോവുകയാണ്. സോ ഈ ന്യൂക്ലിയർ പവറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രയേലിനുള്ള പ്രശ്നം ഇവിടെ പ്രധാനമായിട്ട് നോക്കണം. ഇസ്രയേൽ വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഇസ്രയേൽ വളരെ ഒരു സ്ട്രോങ് കണ്ടൻഡറാണ് ഈ രാജ്യത്ത്. ഇറാന് ഒത്ത പോരാളിയാണ്. പക്ഷേ ഇസ്രായേലിന്റെ എതിരാളിയായി ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ പവർ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് എന്നും ടെൻഷനാണ്. കാരണം ഇസ്രായേൽ അവിടുത്തെ ഒരു ലീഡിംഗ് രാജ്യമാണ്. ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ പവർ വന്നാൽ ഇസ്രായേൽ പേടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏത് സമയം അത് അവർക്ക് ഇസ്രായേലിനെതിരെ ഇവർ പ്രയോഗിക്കാനും സാധ്യതയുണ്ട്. ഇതാണ് ഇസ്രായേലിനുള്ള പ്രോബ്ലം. സോ ശരിക്കും ന്യൂക്ലിയർ ഡീലിനുള്ള പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നുള്ളത് ഒരു വലിയൊരു ഫാക്ടറാണ്. ന്യൂക്ലിയർ പവർ അല്ലാതെ മറ്റു പ്രധാന കാരണങ്ങൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഇറാൻ അറ്റാക്ക് നടക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ 1979 ഇസ്ലാമിക് റെവല്യൂഷനാണ് ഇറാനിൽ നടന്ന പ്രധാനമായിട്ടുള്ള അന്നത്തെ അയത്തുള്ള ഖൊമൈനിയുടെ റെവല്യൂഷൻ ആയിരുന്നു. ഈ റെവല്യൂഷൻ ഇറാനിൽ വന്നതിന് ശേഷം ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് ഇറാൻ മാറി. അവരുടെ പ്രധാനപ്പെട്ട ഐഡിയോളജി, അയത്തുള്ള ഖൊമൈനി വന്നപ്പോൾ തൊട്ടുള്ള പ്രധാനപ്പെട്ട 2 ഐഡിയോളജിയിൽ പ്രധാനപ്പെട്ട ഐഡിയോളജി ഒന്നെന്ന് പറഞ്ഞാൽ എനിമിറ്റി, ആന്റി അമേരിക്ക, അമേരിക്കക്കെതിരെ പ്രവർത്തിക്കുക. 2, ആന്റി ഇസ്രായേൽ,
ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുക. സ്വാഭാവികമായിട്ടും ഈ റീജിയനിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഇൻഫ്ലുവൻസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാനിന് പണ്ട് തൊട്ടേ ഉള്ള ഒരു പ്രശ്നം. സോ ഇവർ തമ്മിലുള്ള ശത്രുത തുടങ്ങുന്നത് ഈ അടുത്തൊന്നുമല്ല. 1979 തൊട്ട് വളരെ സീരിയസ് ആയിട്ട് ഇവർ ഡെയിലി ബേസിസിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത്. രണ്ടാമത്തെ കാരണം ഇത് തന്നെയാണ്, ഈ എനിമിറ്റി, വർഷങ്ങളായിട്ടുള്ള എനിമിറ്റി. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവം പ്രോക്സി നെറ്റ്വർക്ക്സ് ആണ്. അമേരിക്കക്കെതിരെയും ഇസ്രയേലിനെതിരെയും പ്രവർത്തിക്കുന്ന പ്രോക്സി നെറ്റ്വർക്ക്, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്ന ഈ പ്രോക്സി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ ഇറാന് നേരിട്ട് അമേരിക്കനെയും ഇസ്രയേലിനെയും കോണ്ടന്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇവർ ചെയ്യുന്ന പ്രധാന സംഭവങ്ങൾ പ്രോക്സികൾ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് ഹെസ്ബുള്ള, ഹമാസ്, ഷിയ ഗ്രൂപ്പ് ഇറാഖിലെ, അതേപോലെ യമനിലെ ഹൂത്തികൾ, ഇവരെല്ലാം പല ഗ്രൂപ്പുകളാണ്, പല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ആണ്, പല പല അറ്റാക്കുകൾ നടത്തുന്ന ഏജൻസീസ് ആണ്. ഇവരെല്ലാം ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഇറാൻ തന്നെയാണ്. ഇവരെല്ലാം അമേരിക്കയ്ക്കും ഇസ്രയേലിനും വളരെ ടഫ് ഫൈറ്റ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പുകളുമാണ്. അപ്പൊ ഇവരെ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പൊ ഇത് തന്നെയാണ് മറ്റു കാര്യങ്ങളും. ഇവർ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കൊടുക്കുന്ന പ്രഷർ കൊണ്ടും ഈ രാജ്യങ്ങൾക്ക് ഇറാനിന് ഇഷ്ടമല്ല. പിന്നെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജി എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും ഈ റീജിയനിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഡോമിനൻസ് കുറച്ച് ഇറാൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോഴ്സസിന്റെ ശക്തി ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ കഴിഞ്ഞ 40-50 വർഷമായിട്ടുള്ള വലിയൊരു അജണ്ട എന്ന് പറയുന്നത്. ഇറാന്റെ ഈ പ്രശ്നം കാരണം അമേരിക്കയും ഇസ്രയേലും മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്കും ലോകം മുഴുവൻ ഇതിൽ എഫക്റ്റഡ് ആവാൻ പോവാന്ന് പറയുമ്പോൾ ഇന്ത്യ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ഒരു വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഓയിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ട്രേഡാണ്, ലോകത്തിന്റെ ട്രേഡ് സപ്ലൈ. കാരണം ഇറാൻ കൺട്രോൾ ചെയ്യുന്ന കുറേ ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സികൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അവർ ഈ സ്ഥലം ഡീസ്റ്റെബിലൈസ് ചെയ്യും. ഇതാണ് ഇറാന്റെ അടുത്ത, ഇത് ചെസ് കളിക്കുന്ന പോലെയാണ്. ഒരു മൂവ് ഇങ്ങോട്ട് വെച്ചാൽ ഇറാൻ 2 മൂവ് അങ്ങോട്ട് വെക്കുന്ന പോലെയാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓയിൽ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഓൾമോസ്റ്റ് ലോകത്തെ 30% ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഇവർ ഈ ഓയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഇവരുടെ കസ്റ്റമേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഏരിയ ആണ്. ഈ ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട വഴി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്, ഇറാന്റെയും ഒമാന്റെ വഴി പോകുന്ന ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ് ലോകത്തെ ഓൾമോസ്റ്റ് 20-30% ഓഫ് കാർഗോ, ഓയിലും നാച്ചുറൽ ഗ്യാസ് ഇതും കടന്നു പോകുന്നത്. ഇതിലൂടെ ഇത് ഇറാൻ നോർത്തേൺ സൈഡിൽ ഇത് ഇറാനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഇറാൻ അടച്ചിടുകയോ, ഇതൊരു ചോക്ക് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ്സ് എ ചോക്ക് പോയിന്റ്. വേണമെങ്കിൽ ഇറാനിന് വേണമെങ്കിൽ ഈ ഏരിയ കൺട്രോൾ ചെയ്യാം, ഈ ഏരിയ വേണമെങ്കിൽ അടച്ചിടാം. ഇനി അടച്ചിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാലും ഇറാനിന് വേണമെങ്കിൽ, ഇറാന്റെ പ്രത്യേകിച്ച് ഇറാനിയൻ നേവി ആണെങ്കിലും അവിടുത്തെ റെവല്യൂഷണറി ഗാർഡ്സിന്റെ ബോട്ടുകളും മൈൻസും എല്ലാം ഇതിൽ വിരിച്ചിട്ടുണ്ട്, മൈൻ ഫീൽഡ് വിരിച്ചിട്ടുണ്ട് ഇവിടെ. സോ വേണമെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ വേണമെങ്കിൽ ഇവർക്ക് ബ്ലാസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിലൂടെ പോകുന്ന ഓയിൽ, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നാൽ ഓയിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ ഓയിൽ ഇതുവഴി പോവാതായി കഴിഞ്ഞാൽ, വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ, ഓയിൽ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ എണ്ണയ്ക്ക് വില കൂടും. എണ്ണയ്ക്ക് വില കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യ ഓൾമോസ്റ്റ് 40-50% ഓഫ് ഇന്ത്യയുടെ ഓയിൽസ് ഈ വെസ്റ്റ് ഏഷ്യ വഴിയാണ് വരുന്നത്. ഇന്ത്യക്കും ഈ ഓയിൽ കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എണ്ണയുടെയും ഓയിലിന്റെയും വില വളരെയധികം മുകളിലേക്ക് പോകും. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. വേണമെങ്കിൽ ഈ പ്രഷർ ഇറാൻ വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇതിലൂടെ കടന്നു പോകുന്ന, ഇനി ഇറാൻ ഇങ്ങനൊരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളപ്പോൾ തന്നെ ഇതിലൂടെ കടന്നു പോകുന്ന ഷിപ്പുകളുണ്ട്, ഇവരുടെ ചാർജുകളും ഇൻഷുറൻസ് പ്രീമിയംസ് ഒക്കെ വളരെ ഹൈ ആയി. കാരണം ഏത് സമയത്തും ബോംബ് പൊട്ടിത്തെറിക്കാം അല്ലെങ്കിൽ മിസൈൽ വീഴുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ പോകുന്ന ഷിപ്പുകളുടെ ഇൻഷുറൻസ് കോസ്റ്റുകളും വളരെ ഹൈ ആയി. അത് സ്വാഭാവികമായിട്ടും ടോട്ടൽ ഓയിലിന്റെ പ്രൈസിൽ ആഡ് ചെയ്യും, പിന്നെയും എണ്ണയുടെ വില കൂടും. ഇത് വലിയൊരു പ്രോബ്ലമാണ്. ഇറാനെ മറ്റ് രാജ്യങ്ങളെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു ചോക്ക് പോയിന്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത്. ഇനി മറ്റു വഴികൾ, സുവസ് കനാലും റെഡ് സീ വഴിയും വേണമെങ്കിൽ മറ്റു ഷിപ്പുകൾക്ക് വഴി തിരിച്ചുവിട്ട് അവർക്ക് മറ്റു രീതികളിലും ഇതുവഴി വരാൻ പറ്റും. പക്ഷേ അവിടെയാണ് റെഡ് സീയിലും ഇവിടെയും പ്രധാനപ്പെട്ട ഹൂത്തീസ് അവിടെ വലിയ രീതിയിൽ ആ ഏരിയ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഹൂത്തി എന്ന് പറയുന്നത് ഇറാനിയൻസിന്റെ പ്രോക്സിയാണ്, ഇവർ ഇറാൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഒരു ഏരിയയിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ ഇത് തടഞ്ഞാൽ മറ്റു വഴി കൂടെ പോയാലും ആ വഴി ഇറാനിയൻ പ്രോക്സി ത്രൂ ഇറാന് വേണമെങ്കിൽ ലോകത്തെ മറ്റ് സ്ഥലങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്, അതിനുള്ള ഡിഫൻസ് കേപ്പബിലിറ്റി ഉണ്ട്. സോ ഒരു തരത്തിൽ ഇറാന് വേണമെങ്കിൽ ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ ഗ്ലോബൽ ട്രേഡ് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. വേണമെങ്കിൽ ഈ കാണുന്ന ഇറാൻ ഇപ്പോഴും അറ്റാക്ക് ഫുൾ സ്വിങ്ങിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊടുത്തിട്ടില്ല. ഈ ഓയിൽ റിഫൈനറി ഉള്ള സ്ഥലങ്ങളിലും വേണമെങ്കിൽ ഇറാൻ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാവുന്നതാണ്. സോ ലോകത്തിന്റെ ട്രേഡ് വളരെയധികം കഷ്ടപ്പെടും എന്നുള്ളൊരു വലിയ ഫാക്റ്റാണ്. ട്രേഡിനപ്പുറത്തേക്ക്
എയർ ട്രാവൽ ഡിസ്റപ്ഷൻസ് നടക്കും. ഈ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഡെൻസിറ്റി, എയർക്രാഫ്റ്റ് ട്രാഫിക് ഡെൻസിറ്റി ഉള്ള സ്ഥലം കൂടാണ്. 110ഓളം പോപ്പുലർ ആയിട്ടുള്ള ബിഗർ എയർപോർട്ട്സ് ഉള്ള സ്ഥലം. മില്യൺസ് ഓഫ് ആൾക്കാരാണ് ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്നത്. ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലം നടന്നു കഴിഞ്ഞാൽ, ഈ ഏരിയയുടെ എയർ ട്രാഫിക് മൊത്തം സസ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ലോകത്തെ ട്രാവലും ബിസിനസ്സിനും ഒക്കെ വലിയ തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ഇതും ഇവിടെ ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നിൽക്കും തോറും ഈ എയർ ട്രാഫിക് വളരെയധികം ഡിസ്റപ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ആംസ് ട്രേഡ്, ന്യൂക്ലിയർ ആംസ് റേസിലേക്ക് ലോകം എത്തും എന്നുള്ളൊരു ഫാക്റ്റാണ്. ഇപ്പോൾ ഒരു കാര്യം ഇവിടെ ലോക രാജ്യങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ന്യൂക്ലിയർ പവർ ഉള്ള നോർത്ത് കൊറിയയെ അമേരിക്കയും ഇസ്രായേലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന വലിയൊരു സംഭവം ഇവിടെ ഉണ്ട്. ആൻഡ് ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ തന്നെ അമേരിക്കയും ഇസ്രായേൽ പോലത്തെ രാജ്യങ്ങൾ ഇവരെ ക്ലിപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ഒരു മെസ്സേജ് പോവും, ചെറിയ രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ അംബിഷൻസ് ഉള്ള രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് പോവും. അപ്പോൾ ന്യൂക്ലിയർ പവർ ഉണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെയെങ്കിലും സീക്രറ്റ്ലി ന്യൂക്ലിയർ പവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ലോകരാജ്യങ്ങൾക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയും ന്യൂക്ലിയർ എൻറിച്ച്മെന്റും സ്റ്റോക്ക് പൈലിങ്ങും കൂട്ടാനുള്ള ശ്രമങ്ങൾ ചെറിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ അംബിഷനുള്ള രാജ്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു തുടങ്ങും. ഇവരെ കൺട്രോൾ ചെയ്യാൻ US-ന് പറ്റാത്തൊരു സിറ്റുവേഷൻസും വരും. അപ്പോൾ ഇതൊരു ന്യൂക്ലിയർ ആംസ് റേസിലേക്കും കൂടെ പോകും എന്നുള്ളൊരു ഫാക്റ്റും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓയിൽ വില കൂടുന്നത് പോലെ തന്നെ ഗോൾഡിൻ്റെയും വില കൂടും. കാരണം യുദ്ധം വന്നു കഴിയും, വാർ വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ അൺസർട്ടനിറ്റി ആവും, ഡോളറിൻ്റെ ഡിമാൻഡ് മാറും. അതുകൊണ്ട് തന്നെ പല ഇൻവെസ്റ്റേഴ്സും ആൾക്കാരൊക്കെ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഗോൾഡിൻ്റെ ഡിമാൻഡ് സ്ലോലി കൂടി തുടങ്ങും. ഗോൾഡിൻ്റെ പ്രൈസ് ഓൾറെഡി സ്കൈ റോക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും. സോ ഗോൾഡിൻ്റെ പ്രൈസും വലിയ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇമ്പാക്റ്റുകൾ ഒന്നും രണ്ടും അല്ല, ഒരുപാട് ഇമ്പാക്റ്റുകളുണ്ട്. അമേരിക്കയും ഇറാനും ഇസ്രായേലും ഇങ്ങനെ ഒരു വാറിൽ നിൽക്കുകയാണെങ്കിൽ ഇത് 3ാം ലോകമഹായുദ്ധമാണോ, 3rd വേൾഡ് വാർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു വാർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലോകത്തിന് അത് നല്ലതല്ല. എക്കണോമി വൈസും പല ട്രേഡ് വൈസും കൊണ്ട് നല്ലതല്ല. എന്തായാലും ഒരുപാട് ആൾക്കാരാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും യുദ്ധങ്ങൾ അങ്ങനെയാണ്, ഒരുപാട് ആൾക്കാരാണ് സഫർ ചെയ്യുന്നത്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. എന്തായാലും യുദ്ധത്തിന് പെട്ടെന്ന് തന്നെ ഒരു പോസ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ട്രേഡും ഗ്ലോബൽ സിസ്റ്റംസ് എല്ലാം പഴയ പോലെ നോർമലൈസ് ആവട്ടെ എന്ന് വിചാരിക്കാം.